ഇന്ത്യ സഖ്യവും ഇന്ത്യയും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടം നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. മൂന്നാം തവണയും 400-ലേറെ സീറ്റുകളോടുകൂടി നരേന്ദ്രമോദി അധികാരത്തിലേറുമെന്ന BJPയും NDA മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒറ്റക്കെട്ടായി പറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ മൂന്നാം തവണ നരേന്ദ്രമോദി അധികാരത്തിലേറിയെങ്കിൽ പോലും BJP എന്ന ഒറ്റ കക്ഷി എന്ന രീതിയിൽ കയറാൻ സാധിച്ചില്ല. 400-ലേറെ സീറ്റുകളോടുകൂടി അധികാരത്തിലേറാനും സാധിച്ചില്ല. അവിടെ ഇന്ത്യ സഖ്യം കൃത്യമായ രീതിയിലുള്ള പ്രതിരോധം തീർത്തു. 10 വർഷത്തിന് ശേഷം രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായി, ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടായി. അത്തരത്തിൽ ശക്തമായ രീതിയിൽ പോരാട്ടം നടക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിന് ഏത് വിധേനയും തളർത്തുവാൻ വേണ്ടിയുള്ള എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും NDA മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡല പുനർനിർണയമാണ്. ജനസംഖ്യാ ആനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തണമെന്നൊരാവശ്യം BJP മുൻപോട്ട് വയ്ക്കുമ്പോൾ അത് എല്ലാ തരത്തിലും തിരിച്ചടിയാകുന്നത് ഇന്ത്യ സഖ്യത്തിനാണ് എന്ന ബോധ്യം ഇന്ത്യ സഖ്യത്തിനുണ്ട്. അതിന് പ്രധാന കാരണമായി പറയുന്നത് ജനസംഖ്യാ ആനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ അത് കാര്യമായ രീതിയിൽ ബാധിക്കുന്നത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. പ്രത്യേകിച്ച് കർണാടക, കേരളം പോലെയുള്ള ഇന്ത്യ സഖ്യത്തിന് കർണാടക, കേരളം, തമിഴ്നാട് പോലെയുള്ള ഇന്ത്യ സഖ്യത്തിന്റെ കാര്യങ്ങൾക്ക് കരുത്തു പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളെ എല്ലാം കാര്യമായ രീതിയിൽ ബാധിക്കുകയും കൂടാതെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുകയും ചെയ്യുന്ന ഒരു നിലപാടായിരിക്കും ഇതിലൂടെ പുറത്തു വരിക എന്ന ഉറച്ച ബോധ്യം ഇന്ത്യ സഖ്യത്തിനുള്ളത് കൊണ്ട് തന്നെ ഏത് വിധേനയും ഇതിനെ എതിർക്കുക എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇന്ത്യ സഖ്യം മുൻപോട്ട് പോകുന്നത്. നിലവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത വർഷം സെൻസസ് ആരംഭിക്കുവാനാണ് തീരുമാനം എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സെൻസസ് നടത്തി ജനസംഖ്യ ആനുപാതികമായി മണ്ഡല പുനർനിർണയം നടത്തുന്നതിനെ തുടർന്നുള്ള ആശങ്കകൾ പ്രകടിപ്പിക്കുവാൻ ചെന്നൈയിൽ വെച്ച് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ചേർന്ന ഒരു യോഗം കൂടി. അത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ആ മണ്ഡല പുനർനിർണയം കുറച്ചുകൂടി വേഗത്തിലാക്കുവാനുള്ള എല്ലാ തീരുമാനങ്ങളും സജ്ജമായി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വാർത്ത കൂടി വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച്, ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഒരു ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രഹരമാണത്. മറ്റൊന്ന്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലൂടെ ആദ്യത്തെ തവണ തന്നെ പ്രതിപക്ഷത്തെ ഇറക്കിയ വലിയൊരു തിരിച്ചടി നൽകിയിട്ടുണ്ട് BJPയും NDA മുന്നണിയും ഒക്കെ. അപ്പോൾ ആ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയും ഇപ്പോഴുള്ള ജനസംഖ്യാനുപാതികമായുള്ള മണ്ഡല പുനർനിർണയം എല്ലാം രണ്ട് വഴിയിലൂടെയുമുള്ള ഇന്ത്യ സഖ്യത്തിനെതിരായുള്ള വലിയൊരു പ്രഹരമായി തന്നെ അവർ കണക്കാക്കുന്നുണ്ട്. 1951-ലും 1961-ലും 1971-ലും സെൻസസുകളുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടന്നിട്ടുണ്ട് എന്ന വാദം ഉയർത്തിക്കൊണ്ടാണ് ഇനിയും രാജ്യത്ത് മണ്ഡല പുനർനിർണയം ആവശ്യമുണ്ട് എന്ന കാര്യം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വയ്ക്കുന്നത്. 494 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ 1971-ലെ മണ്ഡല പുനർനിർണയത്തിലൂടെയാണ് 543 അത് ഉയർന്നത്. പ്രതിനിധി ആനുപാതിക തലത്തിൽ നിലനിന്നിട്ടുള്ള സന്തുലനാവസ്ഥ തകർക്കുമെന്നതിനാലാണ് ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും പാർട്ടികളും ഇതിനെ എതിർക്കുന്നത്. 1971 ശേഷം ഈ മണ്ഡല പുനർനിർണയം താൽക്കാലികമായി നിർത്തിവെച്ചിരുന്നതാണ്. ഭരണഘടനയിലെ 42-ാം ഭേദഗതി പ്രകാരം 2000 വരെയും പിന്നീട് ഭരണഘടനയിലെ 84-ാം ഭേദഗതി പ്രകാരം 2024 വരെയും ഇത്തരത്തിലുള്ള മണ്ഡല പുനർനിർണയം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. 1951-ൽ ഒരു ലോക്സഭാ വോട്ടർമാരുടെ എണ്ണം ശരാശരി 7.5 ലക്ഷമായിരുന്നു. ഇന്ന് അത് 15 മുതൽ 25 ലക്ഷം വരെയായി ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. 1951-ലെ 7,50,000 വോട്ടർമാർക്ക് ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് എങ്കിൽ ഇപ്പോഴുള്ള 15 മുതൽ 25 ലക്ഷം വരെയുള്ളവരുടെ കണക്കുകൾ അനുസരിച്ച് നോക്കുമ്പോൾ 1872 പ്രതിനിധികൾ വേണം. പുതുതായി നിർമ്മിച്ച പാർലമെന്റിലാകട്ടെ 880 സീറ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് കണക്കുകൾ. നിലവിൽ ഈ മണ്ഡല പുനർനിർണയം കാര്യമായ രീതിയിൽ ബാധിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒഡീഷയിൽ മാത്രമാണ് BJP നേരിട്ട് ഭരിക്കുന്നത്. അവിടെയും പ്രതിപക്ഷ പാർട്ടിയായ ബിജു ജനതാദൾ ശക്തമായ രീതിയിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രഹരം തന്നെയാണ്. ഒരു ഭാഗത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതിയിലൂടെയുള്ള ഒരു തിരിച്ചടി, മറുഭാഗത്ത് മണ്ഡല പുനർനിർണയത്തിലൂടെ ഇന്ത്യ സഖ്യത്തിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിലെ MPമാരുടെ എണ്ണം കുറയുമെന്നുള്ള ആശങ്ക. ഇത് ഏത് രീതിയിലായിരിക്കും ഇനി വരും തെരഞ്ഞെടുപ്പുകളിൽ ബാധിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്.